അസ്സലാമലൈക്കും. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണമാണ് ചീനിയും ചേമ്പും പുഴുങ്ങിയത്, പിന്നെ മുളക് ചമ്മന്തി, പിന്നെ ഉണക്കൽ. പിന്നെ രാവിലത്തേക്ക് ചമ്മന്തി, അപ്പത്തിൻ്റെ മാവ്, ചായ. ഇന്നലത്തെ കറിയാണ്. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് കമൻ്റ് ഇടണേ. ഇന്ന് ചോറ് വയ്ക്കാൻ അരി ഇല്ലാത്തത് കൊണ്ടാണ് ചോറ് വയ്ക്കാൻ കേട്ടോ, വേറൊന്നും കൊണ്ടല്ല. അരി തീർന്നു. പക്ഷെ ഇന്നലെ അരി മേടിക്കാമെന്നും പറഞ്ഞിരുന്നു. അന്നേരം ഉമ്മ വലിയമ്മയുടെ വീട്ടിൽ പോയില്ലായിരുന്നു, അതുകൊണ്ട് അരി മേടിക്കാൻ പറ്റില്ല. അരി ഇടുന്ന പാത്രം എന്തോ ഇരിക്കുന്നു, കാലിയാണ്. എൻ്റെ വീടെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് രാവിലെ കുറച്ച് ജോലി ഉള്ളായിരുന്നു, അതെല്ലാം ക്ലീനാക്കി എല്ലാം റെഡിയാക്കി വെച്ച്. ഇനിയിപ്പോൾ ഉമ്മ വന്നിട്ട് വേണം അരി മേടിക്കാൻ. ചായക്ക് ഇച്ചിരി പാലുണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് എല്ലാം വെച്ച് റെഡിയാക്കി. ഇനി വീടൊന്ന് വൃത്തിയാക്കണം. നല്ല കണക്ക് വൃത്തിയാക്കി തൂത്തുവാരി അടുക്കള ജോലി കഴിഞ്ഞ ഉടനെ കാണുമ്പോൾ വിചാരിക്കും ഇത് വേറെ എന്തെങ്കിലും സാധനമാണ്. കുറച്ച് കുപ്പികളാണ്. പിന്നെ ഇത് തൈലമാണ്. പിന്നെ ഇതെനിക്കൊരു മരുന്ന് ഞാൻ കുടിക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണ, ഇത് തലയിൽ തേക്കുന്ന എണ്ണയും ഇത് പാചകത്തിനുള്ള എണ്ണ. ഇത് മുളക്, പഞ്ചസാര, അതൊന്നും കുഴപ്പമില്ല. പിന്നെ മുളക് വേടിച്ചിട്ട് പൊടിച്ചെടുക്കത്തേ ഉള്ളൂ ഇങ്ങനെ. അതാണ് നല്ലത്. കണ്ട, അതാകുമ്പോഴേ മുളക് പൊടി വേണ്ട. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് വരിക. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്.